ഞാൻ ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടണിലാണുള്ളത്. ഇത് നമ്മുടെ ന്യൂസിലാൻഡ് ഫിലിം ഡയറക്ടർ പീറ്റർ ജാക്സന്റെ വിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡിയോ ആണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ആ കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. അപ്പോൾ ഇതാണ് വിറ്റ കേവിൻ്റെ മുൻഭാഗം. ഇന്നിപ്പോൾ ഇഷ്ടം മാതിരി ടൂറിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിറ്റ കേവിൻ്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സ്കൾപ്ചേഴ്സൊക്കെ കാണാം. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം ഫിലിമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇതൊക്കെ ഈ ക്രീച്ചേഴ്സിൻ്റെയൊക്കെ മോഡൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഐ എന്ന് പറഞ്ഞ സിനിമയിൽ ആ ഒരു വേഷം അത് ഈ പീറ്റർ ജാക്സന്റെ ഇവരാണ്, വിറ്റ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോക്കാരാണ് അത് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെ നമുക്ക് ഒരുപാട് മിനിയേച്ചർ മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഈ പ്രത്യേകിച്ച് എന്താ പറയുക, ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മൾ കാണുന്ന അതേ സംഭവങ്ങളുടെ ആ മിനിയേച്ചർ മോഡൽസ് നമുക്കിവിടെ വാങ്ങാനും കാണാനും അതൊക്കെ കണ്ട് ആസ്വദിക്കാനും നമുക്കിവിടെ സാധിക്കും. നമ്മുടെ സിനിമാ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വ്യവസായ രീതിയിൽ കടന്നവർക്കൊക്കെ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഇവരിവിടെ ഒരുപാട് വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ് പടത്തിലത്തെ ഒട്ടുമിക്ക, ഇപ്പം നമ്മുടെ അവതാർ, അങ്ങനെ ഒരുപാട് പടത്തിൽ ഇവരുടെ സംഭാവനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഈ അവതാർ എന്ന് പറഞ്ഞ സിനിമയിലത്തെ ആ ഫ്ലോറ ആൻഡ് ഫ്യൂണ അതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളതും അതിൻ്റെ സാധനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളതൊക്കെ ഇവർ തന്നെയാണ്. അപ്പോൾ ഇവരുടെ വിറ്റ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട്. അതിന് ചെറിയൊരു ചാർജും വരുന്നുണ്ട്. ഏകദേശം $49 അതിൻ്റെ ഒരു വിറ്റ വർക്ക്ഷോപ്പിൻ്റെ ആ ടൂറിനുള്ള ഒരു ചാർജ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റും. ദ ലോർഡ് ഓഫ് ദ റിങ്സ്, ഹോബിറ്റൻ, അങ്ങനെയുള്ള മൂവീസിൽ, അതായത് അതിൻ്റെയൊക്കെ മേക്കിങ്ങിൽ, അതിൻ്റെ പുറകിൽ എത്രമാത്രം എഫർട്ട് ഉണ്ട്, അതിനുവേണ്ടി എന്തോരം അവർ പ്രയത്നിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്കിത് കാണുമ്പോൾ അറിയാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഒരു രൂപമാണ്. ഫിലിമോഗ്രാഫി കാര്യങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവരുടെ ഈ ഒരു വർക്ക്ഷോപ്പൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ഓരോ ഏരിയകൾ ഇവരെങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കും. ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഇവിടെയുള്ളത് അതിൻ്റെ 3D സ്കൾപ്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എത്രമാത്രം സൂക്ഷ്മതയോടെയാണ് ഓരോന്നും അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇത് കണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഇംഗ്ലീഷ് പടം, അല്ലെങ്കിൽ നമ്മൾ ഏകദേശം ഒരു ഇംഗ്ലീഷ് മൂവിയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട ഒരു പ്രതീതിയായിരിക്കും നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്കുണ്ടായിരിക്കുക. കാരണം ഇത്തരത്തിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ ഓൾറെഡി സിനിമകളിൽ കണ്ട് നമ്മൾ മറന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ രൂപങ്ങൾ ഇവിടെ ഇവർ വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും കാണാൻ നല്ല രസമുണ്ട്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ചെറിയ ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. ഇതിനകത്ത് വന്ന് ഇത് കണ്ടുപോകുന്നതിന് നമുക്ക് വേറെ ചാർജോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് ഇംഗ്ലീഷ് പടത്തിലത്തെ നമുക്കറിയാം പലതരത്തിലുള്ള സ്കൾപ്ചേഴ്സ്, അതായത് പ്രത്യേകിച്ച് ആ ഹെഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ ഇങ്ങനെ മിനിയേച്ചർ ഫോംസ് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് കാണാം. ഇനി ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്കിവിടെ മെറ്റ്ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സർവീസ് ഇവിടെ വെല്ലിംഗ്ടണിൽ അവൈലബിൾ ആണ്. അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6240 എന്നുള്ള ആ സ്റ്റോപ്പിലേക്ക് നിങ്ങൾക്ക് വന്നിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കാവുന്ന ദൂരം മാത്രമുള്ളൂ ഈ വെറ്റ കേവ്സിലേക്ക് ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂബർ എടുത്തിട്ടോ അല്ലെങ്കിൽ സൂം എടുത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് ഫിലിം ഫീൽഡ് അല്ലെങ്കിൽ ഫിലിംസിനെ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങി കൊണ്ടുപോകാനുള്ള അവസരം ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഈ പെട്ടികളൊക്കെ നമുക്ക് വേണമെങ്കിൽ വാങ്ങി കൊണ്ടുപോകാവുന്ന അത്തരം ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുട്ടികൾക്കൊക്കെ നമുക്കത് കൊടുക്കാം ഗിഫ്റ്റായിട്ട്. അപ്പോൾ അതിനുള്ളൊരു സജ്ജീകരണം കൂടി ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാഴ്ചകളും കൂടി നിങ്ങൾ അങ്ങോട്ട് കണ്ടോ.